കിളിപോയ മനുഷ്യരുടെ കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ കിളി പോകുന്നതിന് പ്രത്യേകിച്ച് പദവിയും സ്ഥാനവും വിദ്യാഭ്യാസവും ഒന്നും ഒരു ഘടകമേ അല്ല. എന്ന് മാത്രമല്ല, നമ്മൾ വളരെ ക്ലോസായി ഒരു റാൻഡം സാമ്പിളിങ്ങിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കയ്യിലിങ്ങനെ വാരി പരിശോധിക്കുന്നത് പോലെ വാരി പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, വലിയ വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ആളുകളുടെ കിളിയാണ് വളരെ പെട്ടെന്ന് പോകുന്നത്. കിളി പോകുന്നു എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുടെ കിളി പോയാൽ അത് വീട്ടിലും പറമ്പിലും മതിൽക്കെട്ടിനകത്തും ഒക്കെ ആയിട്ടങ്ങ് നിൽക്കും. പക്ഷേ വലിയ ആളുകളെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കിളി പോയാൽ അത് മതിൽക്കെട്ടിനകത്തൊന്നും നിൽക്കില്ല. പിന്നെ അവർ പറയുന്നത് ബുദ്ധിപരമാണ് എന്ന ആളുകൾ വിശ്വസിച്ച് ചികിത്സയ്ക്കും കൊണ്ടുപോകില്ല. ഞാനീ പറഞ്ഞത് നമ്മുടെ ടി.പി. സെൻകുമാർ സാറിൻ്റെ ഡൽഹിയിലെ വായുമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയ ഒരു ഘടകമാണ്. അവിടുത്തെ വായുമലിനീകരണത്തിൻ്റെ തോത്, അതിൻ്റെ ഘടകങ്ങൾ, അതിലെ ഈ മലിനീകരണ വസ്തുക്കളുടെ സാന്നിധ്യം എന്നിവയൊക്കെ സംബന്ധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗ് അടക്കം നടത്തി കണ്ടുപിടിക്കുകയും അതിൽ ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ പൊട്ടിക്കുന്ന പടക്കങ്ങൾ, പിന്നെ വാഹനങ്ങളുടെ പെരുപ്പം മൂലമുണ്ടാകുന്ന സംഗതികളൊക്കെ ആയിട്ട് CNG ഒക്കെ അടക്കം ഇന്ധനങ്ങളൊക്കെ മാറ്റി വാഹനങ്ങളുടെ കാലാവധിയൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് അതിനൊരു വ്യക്തത വന്നത്. സാക്ഷാൽ നമ്മുടെ സെൻകുമാർ സാറ് കൃത്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് ആ പൊടി അദ്ദേഹം അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്ന് പരിശോധിച്ചതിൽ നിന്നും ഇതൊരുമാതിരി അറബിപ്പൊടിയാണ്. എന്ന് വെച്ചാൽ സൗദി അറേബ്യ, കുവൈറ്റ്, ദുബായ്, ഒമാൻ, മസ്കറ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പൊടിയാണെന്ന് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ ആ പൊടി അറബിൽ സംസാരിക്കുന്നതായും അറബി സംഗീതത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നതായും ഒക്കെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ ഭാഗമായി അതിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറിപ്പ് വിട്ടു. ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് പൊടി മുകളിലേക്ക് ഉയർന്ന് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ കറങ്ങി അത് ചുറ്റി നേരെ ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പൊടി തടയണോ, അവിടുത്തെ പൊടി തടയണം. എന്തുപോലെയെന്ന് വെച്ചാൽ, ഞാൻ മൂക്കിപ്പൊടി വലിക്കുമ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ തുമ്മുന്നത് പോലെ വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രലോകത്തിനും IPSനും ഒക്കെ അതീതമായി ചിന്തിക്കുന്ന അഭൗതിക ശക്തികൾ അദ്ദേഹത്തിനെ വന്ന് ബോധ്യപ്പെടുത്തിയ ചരിത്ര സത്യങ്ങളാണ് ഇന്നലെ പേജിലൂടെ കുറിച്ചത്. ആകെ കിളിപോയ കൂട്ടത്തിൽ ഇതും പോയിരിക്കുകയാണ്. എന്തായാലും അത്രയും കഴിവും പ്രാപ്തിയുമുള്ള അദ്ദേഹത്തിനോട് ഞാനൊരു അസൈൻമെൻറ്റ് കൂടി കൊടുക്കുകയാണ്. അത് ദയവായി ചെയ്യണം. എൻ്റെ അസൈൻമെൻ്റ് അല്ല, സാക്ഷാൽ നമ്മുടെ സുകുമാരൻ നായർ സാറ് പറഞ്ഞ അസൈൻമെൻ്റാണ്. വേണ്ടേ, ഒന്ന് കേട്ടോളൂ. അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. ഒന്നുകൂടെ കേട്ടോ, നമ്മളൊക്കെ പറഞ്ഞാൽ ഇത് വലിയ വഴക്കാവും. നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിന്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്താ സംഗതി? ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ പ്രോബ്ലം ഈ പരിസര മലിനീകരണം പോലെ തന്നെയാണ് സുകുമാരൻ നായർ സാറ് പറഞ്ഞ ഈ സംഗതി. അത് ഞാൻ ആവർത്തിച്ച് പറയാതിരുന്നത്. ഞാൻ പറയുമ്പോൾ അതിലൊരുപാട് മാനങ്ങൾ വരും. പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല. ആ സംഗതി എവിടെ നിന്ന് വരുന്നതാണെന്നും ആരുടെയാണെന്നും ഒന്ന് സെൻകുമാർ സാറ് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ബോധപൂർവം ആരെങ്കിലും ഇതിൽ നിക്ഷേപിക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രത്യേകമായി ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വരുന്നതാണോ, അതോ ഈ നമ്മുടെ എന്താ പറയുന്നത് അറേബ്യൻ സീയുമായൊക്കെ കണക്ട് ചെയ്താണ് പല അറബ് രാജ്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരുന്ന സവിശേഷമായ വസ്തുവാണോ ഇതെന്നുള്ള കാര്യം കൂടി കണ്ടുപിടിച്ച് ലോകത്തെ അറിയിക്കുകയും അതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ് അങ്ങയോട്. കാരണം ഇത്തരം വിഷയങ്ങളിൽ കൗതുകപൂർവ്വം പഠിക്കുകയും ശാസ്ത്രലോകത്തിന് അതീതമായ നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങയോട് ഇത് പറയുന്നത്.